നല്ല വിശേഷങ്ങൾ എല്ലാം സേഫാണെന്ന് വിചാരിക്കുന്നു. സേഫായിട്ടൊക്കെ ഇരിക്കുക. എന്താണ് എല്ലാവരും റമദാൻ വിശേഷങ്ങൾ? ആദ്യത്തെ 10 കഴിഞ്ഞില്ലേ? എല്ലാം എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ റമദാൻ സ്പെഷ്യൽ കഴിഞ്ഞ വീടി പറഞ്ഞ പോലെ തന്നെ ലഘുവായിട്ടുള്ള റമദാൻ ആയിരിക്കില്ലേ, നല്ല റാത്തായിട്ടുള്ള അത്യാവശ്യത്തിന് ഭക്ഷണമൊക്കെയുള്ള റമദാൻ. ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ വീട്ടിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഇവിടെ ലിങ്ക് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വീട് ഒരു അടിപൊളി ഷവർമ, അടിപൊളി അറബിക് ഷവർമ, അതും വിത്ത് ഹോം മെയ്ഡ് സ്റ്റാൻഡ്. ആർക്കും വീഡിയോ ട്രൈ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഡിഷ് ആയിരുന്നു. ആ ലിങ്ക് ഇവിടെ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക, ഹാവ് സം ഫൺ കുക്കിംഗ്. ഓക്കെ, പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ഒരു അറബിക് പൈ ബോട്ട്. അറബിക് പൈ ബോട്ട്. പൈ വെച്ചാലും അറിയാമല്ലോ, നമ്മൾ ബേക്കിംഗ് ചെയ്യുന്ന സാധനത്തിന് പൈ എന്ന് പറയുന്നത്. ബോട്ട് എന്ന് വെച്ചാൽ ഇതൊരു വഞ്ചിയുടെ ഷേപ്പ് എന്നുകൊണ്ടാണ് ബോട്ട് എന്ന് പറയുന്നത്. അറബിക്ക് അതുകൊണ്ട് സാധനം ശരിക്കും കുറച്ചും പറയുകയാണെങ്കിൽ അറബിക് റെസിപ്പിയാണ്. നമ്മൾ കുറച്ച് മസാല മാറ്റം വരുത്തി കുറച്ച് നാടനാക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒത്തൻറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് ചീസ് ഇട്ടിട്ട്. അത് ഒത്തൻറ്റിക് ആയിട്ട് റെസിപ്പി. നിങ്ങൾക്ക് ഇപ്പോൾ നാടൻ പ്രിഫർ നാടൻ നോക്കാം, ഒത്തൻറ്റിക് നോക്കാം. അപ്പോൾ 2 സ്റ്റൈൽ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും കാണാൻ എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്തൊക്കെ ചേരുവകൾ വേണം നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒത്തൻറ്റിക് ആയിട്ടുള്ള അറബിക്ക് ഉണ്ടാക്കുമ്പോൾ, അതായത് നമ്മളെ ശരിക്കും അറബിക് ഒറിജിൻ എങ്ങനെയായിരുന്നു ആ ഡിഷിലാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നുള്ളൂ. അപ്പോൾ ഒത്തൻറ്റിക് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ലബനേ എന്നൊരു ചീസാണ് എടുത്തിരിക്കുന്നത്. ഒരു ഹെവി ചീസാണ്. അതല്ലെങ്കിൽ സാധാ മൊസറല്ലയോ അല്ലെങ്കിൽ വല്ല നമ്മളെ എന്താ പറയുക സ്ലൈസ് ചീസോ അതായാലും ഉപയോഗിക്കുക. ഞാൻ ജസ്റ്റ് പ്രിഫറൻസ് ലബനേ എന്നുള്ളൂ. ഇപ്പോൾ ലോക്ക്ഡൗൺ അത് പ്രിഫർ ചെയ്യുന്നില്ല. അതില്ലെങ്കിൽ സാധാ ചീസായാലും മതി. മൊസറല്ല ഏതെങ്കിലും ഏത് ചീസ് കിട്ടുന്ന ആ ചീസ് പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ വേണ്ടത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ പറയുന്നത്. പിന്നെ വേണ്ടത് തേന്. ഇത് രണ്ടുമാണ് ഒത്തൻറ്റിക് ആയിട്ടുള്ള അറബിക് ഡിഷിന് വേണ്ട ഫില്ലിങ്. ഈ അടുത്തത് നമ്മൾ നാടൻ ഫില്ലിങ്. നാടൻ ഫില്ലിങ്ങിൻ്റെ റെസിപ്പി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ വെജാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വെജ് വേണമെന്ന് നിർബന്ധമില്ല. ചിക്കൻ ആവാം, ബീഫ് ആവാം, മട്ടൻ ആവാം, നിങ്ങൾ പ്രിഫറൻസ്. അതായത് ഫില്ലിങ് എപ്പോഴും നിങ്ങൾ പ്രിഫറൻസ് ആണ്. ആകെ ബേക്കിംഗ് മാത്രമാണ് ശരിക്കും ഞാൻ കാണിക്കുന്നത് മെയിൻ. ഫില്ലിങ് ഞാൻ ഇവിടെ വെജാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേണ്ട സാധനം എന്ന് വെച്ചാൽ ക്യാരറ്റ് ഒരെണ്ണം, ബീൻസ് 5 എണ്ണം ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, സവാള 1 എണ്ണം നീളത്തിലോ അല്ലെങ്കിൽ ചെറുതാക്കിയോ, അതൊക്കെ നിങ്ങൾ പ്രിഫറൻസ് ആണ് കേട്ടോ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുകയാണ്, കാരണം കുറച്ചുള്ളതുകൊണ്ട്. അഥവാ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഗരം മസാല. ഗരം മസാല ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ. പിന്നെ കുരുമുളക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂണാണ്. ഒരുപാട് ഉപയോഗിക്കണ്ട, കാരണം വെച്ചാൽ നോമ്പ് തുറയൊക്കെ ആണല്ലോ. അപ്പോൾ കാലി വയറ്റിൽ ഒരുപാട് പെപ്പർ പോയി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ 1.5 എടുത്തിരിക്കുന്നത്. നിങ്ങൾ സ്പൈസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത്യാവശ്യം ഇടാം. പക്ഷേ എൻ്റെ ഒരു സജഷനാണ് കാലിവര ആയതുകൊണ്ട് അത്രയും സ്പൈസ് വേണ്ടതെന്ന്. പിന്നെ ഉള്ളത് മഞ്ഞളാണ്. മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ ഇടുന്നത് കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഓക്കെ, ഇത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫില്ലിങ് വേണ്ടത്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അതായത് നമ്മളെ ബേക്ക് ചെയ്യാനുള്ള ആ ബേസ്, ആ അറബിക് ബോട്ട് ഉണ്ടല്ലോ, പൈ ബോട്ട്, അതിന് ആ ബേസിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് വേണ്ടതെന്ന് വെച്ചാൽ മൈദ. ഓക്കെ, മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് പാല് ഒരു 1/4 കപ്പ് പാലാണ്. പിന്നെ ഉപ്പ് 1 ടീസ്പൂണ്. പിന്നെ ഓയിലൂടെ ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അതായത് സൺഫ്ലവർ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. എന്നാലും കുഴപ്പമില്ല, ട്രൈ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. കാരണം നാടനാകുമ്പോൾ നാടനായിട്ട് മാച്ചായി പോകും. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ എപ്പോഴും പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ഒത്തൻറ്റിക് ആവാൻ നോക്കുന്നതുകൊണ്ടാണ് ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഓയിൽ, നിങ്ങൾ പ്രൊഫഷണൽ ഓയിലാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടാൽ. പിന്നെ വെള്ളം നമ്മൾ ആവശ്യത്തിന് ഇടുന്നുള്ളൂ. കാരണം ചിലപ്പോൾ ഒരു വല്ല 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂൺ വെള്ളം ഇടുകയുള്ളൂ, അതിനാവശ്യമനുസരിച്ചിട്ട്. ഓക്കെ, പിന്നെ വേണ്ട മെയിൻ സാധനം ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് ഇടുന്നത് 1 ടീസ്പൂൺ ഈസ്റ്റാണ് കേട്ടോ. കാരണം നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയാണ്. മുട്ട കുറച്ച് സോഫ്റ്റ് വേണ്ടി ഇടുന്നത് 1 എണ്ണം. നിങ്ങൾക്ക് മുട്ട വേണ്ടയില്ലെങ്കിൽ മുട്ട ഉപയോഗിക്കേണ്ട. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് മുട്ട ഉപയോഗിക്കുക. എന്നാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവണം. എന്നാൽ നമ്മൾ കടിക്കുമ്പോൾ പേസ്ട്രീൻ്റെ പ്രത്യേകിച്ച് സോഫ്റ്റ് ആയാലേ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫുഡ് എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, അടുക്കളയിൽ പോയി എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ആദ്യം മൈദ എടുക്കാം കേട്ടോ. മൈദ ചെറിയ മിസ്റ്റേക്ക്. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോഴേ 1 കപ്പ് പറഞ്ഞത് ശരിക്കും 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം സോറി കേട്ടോ. ഇപ്പോൾ 1.5 കപ്പ് മൈദ നേരെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരൊറ്റ മുട്ട, 1 എണ്ണം ആവശ്യമുള്ളൂ. 1 മുട്ട ഇട്ട് അത് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഈസ്റ്റ് ഇടാം. 1 ടീസ്പൂൺ ഈസ്റ്റ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. പാല് ഒരു നോർമൽ റൂം ടെമ്പറേച്ചർ പാലിട്ട് 5.5 ഈസ്റ്റ് പോകാൻ സഹായിക്കുള്ളൂ. ഇളം ചൂടുണ്ടെങ്കിൽ നല്ലത്, പക്ഷെ നിർബന്ധമില്ല. നോർമൽ റൂം ടെമ്പറേച്ചർ പാല് മതി. തണുത്ത പാൽ എടുക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പിട്ട ആവശ്യത്തിന്, അത് 1 ടീസ്പൂൺ ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ വയ്ക്കാം. ഓയിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് വയ്ക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി, നല്ല എന്താ പറയുക മാവ് കുഴയ്ക്കുന്ന പോലെ നിങ്ങൾ കുഴച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്നുണ്ടല്ലോ, അതുപോലെ നല്ലോണം മിക്സാക്കി കുഴച്ച് വെക്കാം.
നിങ്ങൾക്ക് കാണാൻ പറ്റും വിചാരിക്കുന്നു. ഏകദേശം നമുക്ക് കുഴഞ്ഞ് റെഡി ആയിട്ടുണ്ട്, മാവായിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് വല്ല തുണി വെച്ചോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ എന്തായാലും ഒന്ന് മൂടി വെക്കാം നമുക്ക്. ഓക്കെ, ഒരു 1.5 മണിക്കൂറിനാണ് മൂടി വെക്കേണ്ടത്. അപ്പോൾ നല്ലോണം പൊന്തി സെറ്റായി വരും. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് ഇവിടെ കിടക്കട്ടെ. അടുത്തൊരടി നമുക്ക് ഇതിൽ മസാല റെഡിയാക്കാം, നമ്മൾ നാടൻ സ്റ്റൈൽ മസാല അത് തന്നെ. അപ്പോൾ അതിൻ്റെ അടുക്കളയിൽ പോയിട്ട് സ്റ്റവ് കത്തിച്ച് സംഭവം തുടങ്ങിയാല. ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്, അത്യാവശ്യം എണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. എണ്ണയൊക്കെ ചൂടായി സവാള ഇടാണ്. സവാള ഇപ്പോൾ അത്യാവശ്യത്തിന് ഞാൻ ഒരെണ്ണം ഇടുന്നുള്ളൂ, അത് ഞാൻ നീളത്തെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പ്രിഫറൻസിന് ചെറുതാക്കി അരിയാം. ഓക്കെ, ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത്ര ഇതിൽ ഉണ്ടാക്കുന്നത്. സവാളൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് ഒന്ന് വഴന്നാൽ മതി, മുരിയേണ്ട ആവശ്യമില്ല. സവാളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞത് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, കാരണം കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്തിടാം. ഓക്കെ, ഇതപ്പോൾ നല്ലോണം മൂത്തിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്യാം. കുരുമുളക് ഞാൻ ആഡ് ചെയ്യുന്നത് 1.5 ടീസ്പൂണാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രിഫറൻസ് ഒരുപാട് സ്പൈസിനെസ് വേണ്ടെങ്കിൽ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ ഇട്ടാലും മതി. മുളക് പൊടി ഇടണ്ട, കാരണം നോമ്പുറക്കുന്ന നേരത്ത് വയറിൽ മുളക് പൊടി കയറേണ്ട വെച്ചിട്ടാണ്. മുളക് പൊടി ശരിക്കും പറഞ്ഞാൽ വയറ് കയറി കഴിഞ്ഞാൽ കാല് വയറല്ലേ, എരിയും ഉണ്ട്. അപ്പോൾ മുളക് പൊടി എൻ്റെ ഒരു പ്രിഫറൻസിന് വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാം സോർട്ട് ചെയ്തെടുക്കും. അപ്പോൾ തന്നെ നല്ല സവാളൊക്കെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു പെപ്പറിൻ്റെ സ്മെല്ലൊക്കെ മൂക്കി കയറി വരുന്നുണ്ട്. ഓഹ്, അടിപൊളി. ഇനി അടുത്ത് നമുക്ക് നേരെ നമ്മളെ ക്യാരറ്റും ബീൻസ് കരിഞ്ഞ് നേരെ അതൊക്കെ ആഡ് ചെയ്യാം. എല്ലാം നമ്മൾ മിക്സാക്കി ഒന്ന് വേഗം വേവാൻ വേണ്ടി ഒരു ചെറിയൊരു ഷോർട്ട് കട്ട്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ശകലം ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി. വെള്ളമൊക്കെ ഒഴിച്ച് സാധനം തിളയ്ക്കുന്നുണ്ട്. ഇനി അതൊന്നോണം വേഗം മിക്സാക്കി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി മിക്സാക്കി ലാസ്റ്റ് ബാക്കിയുള്ള ഗരം മസാല പൊടി അതും കൂടി ഒരു 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, സംഭവം റെഡി ആയിട്ടുണ്ടല്ലോ. മസാലയൊക്കെ അടിപൊളി വെറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ മാവെടുക്ക് പോയാലോ. 1.5 മണിക്കൂർ കഴിഞ്ഞ് മാവൊക്കെ നമുക്ക് തുറന്നു നോക്കാം. മാഷാ അല്ലാഹ്, എന്തായാലും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഓ, നല്ല ഹൈറ്റ് എത്തുന്നുണ്ട്. നേരത്തെ ചെറുതായിട്ട് വെച്ചൊരു ഈസ്റ്റൊക്കെ നല്ല പൊങ്ങി നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തൊടുമ്പോൾ തന്നെ ശരിക്കും ഭയങ്കര സോഫ്റ്റ് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഓരോ നൂലായിട്ട് നോക്കിയേ, ഫൈൻ സ്ട്രാൻഡ്സ് ആയിട്ട് കാണുന്ന അത്രയ്ക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് ബേക്ക് ചെയ്ത് സംഭവം കിടക്കും. എന്തായാലും നമുക്ക് ഇത് നല്ലോണം ഒന്ന് വരുത്തില്ല, ഒന്ന് ജസ്റ്റ് അപ്പോൾ നൂലായിട്ടില്ല വരില്ല, ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കി എടുത്തിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പോണേ. ഞാൻ 4 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും നമുക്ക്. ഇനി ഓരോ 4 എണ്ണത്തിന് നമുക്ക് ഒരു എന്താ പറയുക മാറ്റി വെച്ചിട്ട് ഓരോന്നായിട്ട് നമുക്ക് ബോട്ട് ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ ബോട്ട് ഉണ്ടാക്കുന്നത് സിമ്പിളാണ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴയ്ക്കുക. പക്ഷേ ഒറ്റ വ്യത്യാസം, വട്ടം കോൺസെൻട്രേറ്റ് ചെയ്ത്. അതായത് നിങ്ങൾ അത്യാവശ്യം വിട്ട് കാണണമെങ്കിൽ, ഇപ്പോൾ ഞാൻ വരുത്തും കാണാൻ പറ്റുന്ന എനിക്ക് അത്യാവശ്യം വിട്ടായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഹൈറ്റ് കൂട്ടാൻ പോകുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് കാണുന്ന പോലെ തന്നെ വരുത്തി ഇപ്പോൾ ഹൈറ്റ് കൂടി കണ്ട നല്ലൊരു വഞ്ചിയുടെ ആ ഒരു ഏകദേശം ഔട്ട്കം വന്നിട്ടുണ്ട് അല്ലേ, ഒരു ഓവൽ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ഉണ്ടാക്കിയ മസാല നടുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറുതായിട്ട് ഭയങ്കര ഇടണ്ട, അത്യാവശ്യത്തിന് ഇട്ടാൽ മതി. മസാല ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി വഞ്ചിയാക്കുന്ന സ്റ്റെപ്പ് സിമ്പിളാണ്. അറ്റത്തെ 2 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഓക്കെ, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, വഞ്ചിയുടെ തലവല എന്നില്ലേ. ഇനി ബാക്കി സൈഡ് എന്ത് ചെയ്യും, ഒന്ന് ജസ്റ്റ് കമത്തി കൊടുക്കുക. കമത്തി മറ്ററ്റതുപോലെ ജോയിൻ ചെയ്യുക. ഇത്രയുള്ള ഒരു അടി നമ്മൾ വഞ്ചി റെഡി ആയിട്ടുണ്ട്. അതിൽ അറബിക്ക് വഞ്ചി അല്ലേ, കാരണം ഇവിടുത്തെ പേസ്ട്രിയൊക്കെ ഒരുവിധം അങ്ങനെയാണ് കേട്ടോ. എല്ലാ പേസ്ട്രിയും അറബിക് പേസ്ട്രി ഒരുവിധം ഇതുപോലെ വഞ്ചിയുടെ ഷേപ്പിൽ അവർ ഉണ്ടാക്കുന്നത്. ഇത് അവരുടെ ട്രഡീഷണൽ സ്റ്റൈൽ അങ്ങനെയാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എന്താ, നമ്മൾ ലെബനെ ഹണിയും കൂടെ വെർഷൻ ഉണ്ടാക്കുക. അതായത് ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസിപ്പി അതാണ് കേട്ടോ. ഒത്തൻറ്റിക് ശരിക്കുള്ള റെസിപ്പി അതാണ്. അത് സിമ്പിളാണ്. ഇതുപോലെ തന്നെ വഞ്ചി ഉണ്ടാക്കുക. അതിന് മുമ്പ് വഞ്ചി ഉണ്ടാക്കുന്ന മുമ്പ് നല്ലോണം പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ലെബനെ ആഡ് ചെയ്യുക. അത്യാവശ്യം ആഡ് ചെയ്യും, കാരണം ഇത് കുറച്ച് തിക്നെസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യും, നോ പ്രോബ്ലം. എന്നിട്ട് നേരെ വഞ്ചിയായിട്ട് നമുക്ക് മടക്കി വെക്കാം. കാണാൻ പറ്റുന്ന വിചാരിക്കും, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ 2 എണ്ണം പരുത്തി കഴിഞ്ഞിട്ടുണ്ട്. സമയം കാണാൻ പറ്റുന്ന വിചാരിക്കും. നമുക്ക് കാണാതെ എന്തായാലും നല്ലൊരു മുഞ്ചുണ്ട് കാണാൻ, അല്ലേ, കിടുവല്ലേ.
ഇനി ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ഉണ്ട്, ഒരു എഗ് വാഷും കൂടി ചെയ്യാനുണ്ട്. ഒന്നുമില്ല, ഒരു മുട്ട എടുക്കുക, പൊട്ടിക്കുക, മിക്സ് ചെയ്യുക, ബീറ്റ് ചെയ്യുക. ബീറ്റിന് ശേഷം ജസ്റ്റ് ആ മുട്ട കൈ കൊണ്ടോ അല്ലെങ്കിൽ വല്ല ബ്രഷ് ഉണ്ടെങ്കിലോ ബ്രഷ് കൊണ്ടോ ഒന്ന് സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുക. എന്തെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആവാൻ, അതൊന്നും മൊരിഞ്ഞ് നല്ല കളർ വരാൻ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എഗ് വാഷ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എഗ് വാഷൊക്കെ ആഡ് ചെയ്ത് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണ്? ബേക്കിംഗ് ആണ്. അപ്പോൾ ബേക്കിംഗ് ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ മെയിൻ കുക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓവൺ ഇല്ലാത്ത ബേക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം, കാരണം നമ്മളെല്ലാ വീട്ടിലും ഓവൺ ഉണ്ടാകുന്ന നിർബന്ധമില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ സ്റ്റെപ്പ് മെത്തേഡ് നോക്കുന്നത്. സിമ്പിൾ, ഞാൻ പറയുന്ന പോലെ തന്നെ പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും മറ്റേ വടയില്ലേ, നമ്മൾ ചോറൊക്കെ വെക്കുന്ന വട, അതിൽ വെച്ചാലും മതി. അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ വെച്ചിട്ടുള്ള ബേക്കിംഗ് പാൻ, അതൊരു ബേക്കിംഗ് പാൻ ആയാൽ നല്ലതായിരിക്കും, കാരണം ഇത്രയും ഹീറ്റ് ഉള്ളതുകൊണ്ട്. സാധാരണ പാത്രം വെച്ചാൽ പൊട്ടിപ്പോകും. അപ്പോൾ ബേക്കിംഗ് പാൻ ഒരു ഗ്ലാസിൻ്റെ കിട്ടും നമുക്ക് ബേക്കിംഗ് പാനായിട്ട്. അപ്പോൾ അത് വെച്ചാലും മതി. നമുക്ക് നേരെ മൂടി വെക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കേട്ടോ, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, കളർ കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ കളറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതെല്ലാം വന്നിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി മാക്സിമം, അപ്പോൾ സാധനമായിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് 20 മിനിറ്റ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, സംഭവം റെഡി ആയിട്ടുണ്ട്. കാണാൻ എനിക്ക് ഇടൂ അല്ലേ, നല്ല മൊരിഞ്ഞ് എന്തെല്ലാം കളറൊക്കെ, ഒരു ഗോൾഡൻ കളർ, ഗോൾഡൻ ബ്രൗൺ കളർ, മാഷാ അല്ലാഹ്, കാണാൻ തന്നെ എന്തൊരു ബ്യൂട്ടിയാണ്. ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്, അതായത് നമ്മൾ നാടൻ മസാല റെഡിയാക്കാൻ തന്നെയാണ്. പക്ഷേ അറബിക് ഒത്തൻറ്റിക്കിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, തേൻ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഉണ്ട് ഒത്തൻറ്റിക്കിൽ. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, ആ ലെബനേക്ക് നമ്മൾ ഒരു സ്പൂൺ ഹണി അല്ലെങ്കിൽ ഒരു 1.5 സ്പൂൺ ഹണി എടുത്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ലെബനേക്ക് അത്യാവശ്യം ചെറിയൊരു പൊടി ഉണ്ടാവും, എന്നാൽ ഒരു ഫാറ്റ് വേണം, നല്ല ക്രീം ടെക്സ്ചറാണ്. അതിൻ്റെ ഒപ്പം ഈ സ്വീറ്റ് ഹണിയും കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നമുക്ക് ഇനി ആഡ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം നോക്കിയേ, നല്ല ഇടിവെട്ട് വഞ്ചില്ലേ, അങ്ങനെ പൊളിയല്ലേ സംഭവം. ഇത് നമ്മളെ നാടൻ മസാല. ഓക്കെ, ഞാൻ പച്ചക്കറി ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ മട്ടൺ ബീഫ് എനിത്തിങ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്റ് ചെയ്താണ് അത് ആഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ പച്ചക്കറി. ഞാൻ പിന്നെ ഇത്ര നാളും ചിക്കൻ കഴിച്ചിങ്ങനെ മടുത്തിരിക്കുന്നതാണ് പച്ചക്കറികൾ മാറിയത്. പിന്നെ നമ്മുടെ ലെബനെ വിത്ത് ഹണി എങ്ങനെയുണ്ട് നോക്കിയേ. ഓക്കെ, ശരിക്കും ആയി കഴിഞ്ഞാൽ ഒഴുകും തേൻ പോലെയുണ്ട്, കണ്ട തേൻ ഒഴുകുന്നുണ്ടാ, മാഷാ അല്ലാഹ്. എന്താ അല്ലേ, സംഭവം കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ എനിക്ക് എന്താ പറയുക, കണ്ടിട്ട് നല്ല ക്രിസ്പിയാണ്, കണ്ട നല്ല ക്രിസ്പി ഉണ്ട്. ചിലപ്പോൾ മാഷാ അല്ലാഹ്, കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, മാഷാ അല്ലാഹ്, ഇതൊരു നാടൻ മസാല കേട്ടോ. കൊള്ളാം, നൈസ്. ടെക്സ്റ്റ് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അടിയിൽ ക്രിസ്പി. ഓക്കെ, ഉൾഭാഗം ആ ബ്രെഡ് പക്ക, നമ്മൾ ബ്രെഡില്ലേ, ബ്രെഡിൽ എന്താ പറയുക, കുബൂസ അങ്ങനത്തെ ആ ഒരു സോഫ്റ്റ് ടെക്സ്ചറാണ് ഉൾഭാഗം. പുറത്താണെങ്കിൽ ക്രിസ്പി, ഡബിൾ ടെക്സ്ചർ ആയിരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ളതുകൊണ്ട് കടിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ക്രഞ്ച് ഫീൽ ചെയ്യും. പിന്നെ ആ കുബൂസിൻ്റെ പോലത്തെ ആ ഒരു സോഫ്റ്റ്നെസ് വായി കയറുമ്പോണ്ടില്ല, അങ്ങനെ ചവച്ച് നല്ലോണം എൻജോയ് ചെയ്യുന്ന സംഭവം. മസാലയാണെങ്കിൽ കുരുമുളക് കിട്ടുകൊണ്ട് എന്താ പറയുക, നല്ല കുരുമുളക് പഞ്ചുണ്ട്, അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഫ്ലേവർ എൻജോയ് പറ്റുന്നുണ്ട്. നല്ല നൈസ് സംഭവമാണ് കേട്ടത്, ഇതുകൊള്ളാം. ഇനി അടുത്ത് നമുക്ക് ഹണിയും ലബനിയും നോക്കാം. കാണാൻ പറ്റും വിചാരിക്കുന്നത്, കണ്ട സോഫ്റ്റ് ടെക്സ്ചർ, അടിയിൽ ക്രിസ്പി ടെക്സ്ചർ. അങ്ങനെ നോക്കാം. ഒന്നും പറയല്ല, പൊള്ളി. എന്നുവെച്ചാൽ ഇതാണ് ഒത്തൻറ്റിക്, ഒറിജിനൽ അറബിക്ക് ഇതാണ് കഴിച്ചെന്ന് പറയട്ടെ. ഇതാണ് ഒത്തൻറ്റിക്കായിട്ടുള്ള റെസിപ്പി. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പൊളി പറയാൻ കാരണം വെച്ചാൽ, മറ്റേത് നമ്മൾ നാടൻ സ്പൈസസ് രസമുണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ലെബനയുടെ ഒരു പുളിയും ഹണിയുടെ സ്വീറ്റും കൂടി വരുമ്പോഴല്ല, ഒരു എന്താ പറയുക സൂപ്പർ ഫ്ലേവർ. അതായത് ഒന്ന് ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ക്രിസ്പിയും സോഫ്റ്റും പ്ലസ് ഫ്ലേവറും ഡിസ്റ്റ് വരുന്നുണ്ട്. എന്ത്, ഒരു ചെറിയൊരു പുളി ലെബനയുടെ. ലെബന വെച്ചാൽ ഒരു ഞാൻ പറഞ്ഞു ചീസാണ്, അത് ചിലർ പറയും തിക്ക് ക്രീം എന്ന് പറയും, ചിലർ പറയും ചീസാണ്. അപ്പോൾ അതാണ് ലെബന എന്ന് പറയുന്നത്. അപ്പോൾ അതും
പ്ലസ് ഹണി കൂടി ആകുമ്പോണ്ടല്ല നല്ലൊരു എന്താ പറയുക ഒരു സ്വീറ്റ് ആൻഡ് പുളി ആയിട്ടുള്ള ഒരു എന്താ പറയുക നല്ലൊരു പഞ്ച് വായി കിട്ടുന്നുണ്ട് ആ ഫ്ലേവറിൻ്റെ. അപ്പോൾ ഫ്രണ്ട്സ് സംഭവം കിടുവാണ്ട് രണ്ടും. അതിൽ ലെബനെ ഹണി എന്ന് പറയുന്നത് നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള അറബിക്, അതായത് ആ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഹണിയുടെ ഫ്ലേവറും ലെബനയുടെ പുളിയും കൂടി കേട്ടിട്ടുണ്ടല്ലോ, ഒരു അടിപൊളി ഫ്ലേവർ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടാ. പിന്നെ ഉള്ളത് നമ്മുടെ മസാല, നാടൻ മസാല, അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു കോഴിക്കോടൻ എന്താ പറയുക സ്പെഷ്യൽ എന്ന് പറയുന്ന പോലെ അടിപൊളിയുണ്ട്. ഞാൻ തൃശ്ശൂർകാരനാണ്, പക്ഷേ ഞാൻ ജസ്റ്റ് പറഞ്ഞു കോഴിക്കോട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അതൊരു കോഴിക്കോടൻ ടേസ്റ്റ് പോലെ കിട്ടിക്കയറ്റി വന്നിട്ടുണ്ട് ഇത്. എനിക്കൊന്ന് ചിക്കനോ ബീഫോ കിട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ലെവലങ്ങോട് മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. ഈ റമദാൻ ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങളെ വ്യത്യസ്തമായ വീഡിയോ ഇതുപോലെ എൻ്റർടൈനിങ് ആയിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.